നമസ്കാരം. ലോൺ എടുക്കാത്തവരായി നമുക്ക് മുന്നിൽ ആരും തന്നെ ഉണ്ടാവില്ല. ഇത്തരത്തിൽ ലോൺ എടുക്കുന്നവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടക്കാൻ പറ്റാത്ത സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സർവൈവലൊക്കെ അവർ ചെയ്ത് വളരെ കഷ്ടപ്പെട്ടിട്ടൊക്കെ അതെങ്ങനെയെങ്കിലും അടച്ചിട്ട് തീർക്കാറാണ് പതിവ്. എന്നാൽ ഇത്തരത്തിൽ ലോൺ എടുത്ത് കാശുകാരായ നിരവധി ആൾക്കാരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ലോൺ എടുത്ത് പണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ലോൺ എടുത്ത് ഇങ്ങനെ സമ്പത്ത് ഉണ്ടാക്കുക എന്നതിനെ കുറിച്ച് ഞാനിങ്ങനെ അന്വേഷിച്ച് പോയപ്പോൾ ഒരു ട്രിക്ക് എനിക്ക് ലഭിച്ചു. ആ ട്രിക്കാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലോൺ എടുക്കുന്നത് നല്ല കാര്യമാണ്. നമുക്ക് സമ്പത്ത് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ, അതായത് നമുക്കൊരു മൂലധനം നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ലോൺ എടുക്കേണ്ടി വരും. അതർവൈസ് നമുക്കത് ഉണ്ടാക്കാന്ന് വെച്ചാൽ വളരെ ഡിഫിക്കൽട്ടാണ്. നമ്മൾ ജോലി ചെയ്ത് ഒരു സമ്പത്ത് ഉണ്ടാക്കിയിട്ട് ഒരു ബിസിനസ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ഭയങ്കര കഷ്ടപ്പാടാണ്. ഇന്ത്യയിലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ എന്തിനാ അവിടെ നിലകൊള്ളുന്നത് വെച്ചാൽ ഇത്തരത്തിലുള്ള നല്ല നല്ല ഓണ്ടർപ്രണേഴ്സിനെ, അതായത് കാശ് സമ്പാദിക്കാൻ അറിയുന്ന ഓണ്ടർപ്രണേഴ്സിനെ, അല്ലെങ്കിൽ കാശ് ഉണ്ടാക്കാനുള്ള ഒരു ധൈര്യവും മനോഭാവവും അല്ലെങ്കിൽ കഴിവും ഒക്കെയുള്ള ഓണ്ടർപ്രണേഴ്സിന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാങ്കുകളുള്ളത്. അല്ലാതെ ബാങ്കുകളിൽ എല്ലാവരുടെയും പൈസ വാങ്ങിച്ച് അവരുടെ റൂമിൽ അവരവിടെ സേവ് ചെയ്ത് വെക്കുകയല്ല ചെയ്യുന്നത്. അവർ ഈ കാശ് വാങ്ങിക്കുന്നു, വേറൊരാൾക്ക് കൊടുക്കുന്നു. നല്ല ആളെ ബാങ്കുകൾ എപ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കും. ഒരു മാനേജർ അവിടെ ഇരിക്കുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ കയറി ബാങ്കിലേക്ക് പോകുമ്പോൾ ഇതിൽ നല്ല ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആരാ ഉള്ളത് ഇങ്ങനെ നോക്കും, നല്ല പണമൊക്കെ ഉണ്ടാക്കുന്നവൻ ആരാ ഉള്ളത് എന്ന് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക, അവൻ അങ്ങോട്ട് ഓഫർ കൊടുക്കുക, നിനക്ക് ഇത്ര ഞാൻ ലോൺ തരാം, ഇത്ര പൈസക്ക് തരാം. അപ്പോൾ പറഞ്ഞാൽ എനിക്ക് വേണ്ട, പോട്ടെ ഞാൻ 8% ഇൻട്രസ്റ്റിന് തരാം, 7% തരാം. അങ്ങനെ ബാങ്ക് ബാർഗിൻ ചെയ്തിട്ട് പലപ്പോഴും ലോൺ കൊടുക്കുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. നല്ല ബിസിനസ്സുകാരെ കണ്ടെത്തുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ചാലഞ്ച്. എനിവേ, ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞു. ഞാൻ പറയാൻ പോകുന്നത് ഇത്തരത്തിൽ ലോൺ എടുത്തിട്ട് എങ്ങനെ നമുക്ക് കാശ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 1 ലക്ഷം രൂപ നിങ്ങൾ ലോൺ എടുക്കുകയാണ്. ഒരു ലോണായിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണ്. പലതരത്തിലുള്ള ലോൺ ഉണ്ട്. കാർഷിക ലോൺ ഉണ്ട്, 5% കിട്ടും, 3% കിട്ടും, 2% കിട്ടും. അതുപോലെ തന്നെ ചില ലോണുകൾ 9%, 7% നമുക്ക് കിട്ടും. അങ്ങനെ വളരെ തുച്ഛമായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടുന്ന പല ലോണുകളുണ്ട്. അത്തരത്തിലുള്ള ലോണുകൾ നിങ്ങൾ എടുക്കുക. 1 ലാക്ക് ലോൺ എടുത്തിട്ട് ഈ 1 ലാക്ക് ലോൺ എമൗണ്ട്, നിങ്ങൾ എടുത്ത ലോൺ നിങ്ങൾ നിക്ഷേപിക്കുക. എവിടെ കൊണ്ടുപോയിട്ട് വിവിധ ബാങ്കുകളുടെ, ഈ പറഞ്ഞ SBI, HDFC, ICICI ബാങ്കുകളുടെയൊക്കെ ഫണ്ടുകളുണ്ട്. ആ ഫണ്ടുകൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഈ വീഡിയോയിൽ. മൂന്ന് ഫണ്ടുകൾ ഞാൻ കാണിച്ചു തരാം. ഈ ഫണ്ടുകളിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആവറേജ് ഒരു 20% നിങ്ങൾക്ക് റിട്ടേൺ ഒരു വർഷം കിട്ടും. മീൻസ് 20% 20,000 രൂപ ഒരു വർഷം നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും. ആ റിട്ടേൺ കിട്ടുന്നതിൽ ഈ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 8%, 7%, 6% ഒക്കെ ആയിരിക്കും. അപ്പോൾ ഒരു 7-8% ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടെങ്കിൽ, ഒരു 7% ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ 7% 7,000 രൂപ അങ്ങോട്ട് അടക്കുക. ബാക്കി 13,000 രൂപ നിങ്ങളുടെ ലാഭം. മനസ്സിലായില്ലേ? ലോൺ എടുത്തു, നിങ്ങൾക്ക് ഈ ഒരു ഫണ്ടിൽ ഇട്ടതിൽ നിന്ന് റിട്ടേൺ ആയിട്ട് 20,000 രൂപ കിട്ടി. അതിൽ നിന്ന് ബാങ്കിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾ 7,000 കൊടുത്ത് ബാക്കി 13,000 രൂപ ലാഭം. അപ്പോൾ ലോൺ എടുത്തിട്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും പറ്റും. ഇത് 1 ലക്ഷത്തിൻ്റെ കാര്യം. ഇത് 10 ലക്ഷത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്ര പൈസ കിട്ടുന്നു. ഇവിടെ 13,000 കിട്ടിയെടുത്ത് 1,30,000 രൂപയായി. 10 ലക്ഷം രൂപ എടുത്ത് ഇതിന് 1 കോടി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 1 കോടി ഇടേണ്ട 13 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് കിട്ടുക. ഒരു വർഷത്തേക്ക് കിട്ടും 13 ലക്ഷം രൂപ ലാഭം. അപ്പോൾ പെർ മന്ത് 1 ലക്ഷം രൂപ വീതം വരുമാനം ഉണ്ടാക്കാൻ പറ്റും. 1 crore ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് മാസമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഫണ്ട് ഏതാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്പർ 1 മാഗ്നം മിഡ് ക്യാപ്പ് ഡയറക്റ്റ് ഫണ്ടാണ്. ഇത് SBIയുടെ ആണ്. SBIയുടെ ഒരു ഫണ്ടാണ്. ഈ ഫണ്ടിൽ ഓൾ ഇയറിൽ 20% റിട്ടേൺ കൊടുത്തു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫണ്ടാണ്. 4 സ്റ്റാർ റേറ്റിംഗിലുള്ള ഫണ്ടാണ്. അതുപോലെ നമ്പർ 2 എന്ന് പറയുന്നത് ICICI പ്രൊഡക്ഷൻ്റെ വാല്യൂ ഡിസ്കവറി ഫണ്ടാണ്. ഈ ഒരു ഫണ്ട് 19.51% ഓൾ ഇയറിൽ റിട്ടേൺ കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. 5 സ്റ്റാർ റേറ്റിംഗിലുള്ള ഒരു ഫണ്ടാണ്. നമ്പർ 3 എന്ന് പറയുന്നത് HDFCയുടെ റിട്ടയർമെന്റ് സേവിങ്സ് ഫണ്ട് ഇക്വിറ്റി പ്ലാൻ ആണ്. ഇതും 21.9% റിട്ടേൺ കൊടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഫണ്ടാണ്. ഇത് 5 സ്റ്റാർ റേറ്റിംഗിലുള്ള ഫണ്ട്. അപ്പോൾ 5 സ്റ്റാർ റേറ്റിംഗിലുള്ള 2 ഫണ്ടും 4 സ്റ്റാർ റേറ്റിംഗിലുള്ള ഒരു ഫണ്ടുമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒരു HDFC, ഒരു ICICI, ഒരു SBI, 3 ബാങ്കുകളുടെ ഫണ്ടാണ്. ഈ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത 20% ഇയർലി റിട്ടേൺ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഓൾ ഇയർ ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ആ ഒരു പെർസെൻറ്റേജ് നമുക്ക് കിട്ടിയാൽ നമുക്ക് ബെസ്റ്റാണ്. ഇനി എത്ര ഇത് താഴോട്ട് വന്നാലും നിങ്ങളുടെ കയ്യിലുള്ള നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കില്ല. മ്യൂച്വൽ ഫണ്ടുകൾ എത്രയും താഴോട്ട് ഇനി വന്നാൽ പോലും ഓൾമോസ്റ്റ് ഒരു 12% ആവറേജ് റിട്ടേൺസ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 12% ആവറേജ് റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫണ്ട് നിങ്ങൾക്ക് അടക്കാൻ ഇൻട്രസ്റ്റിലേക്ക് അടച്ചിട്ടും ബാക്കി ഒരു തുക നിങ്ങളുടെ കയ്യിലുണ്ട്. പ്രഗത്ഭരായിട്ടുള്ള പല ആൾക്കാരും ഇത്തരത്തിൽ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ ചെയ്ത്, ഈ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്ത് അതിൻ്റെ റിട്ടേൺ എടുത്തിട്ട് ട്രിപ്പ് പോവുക, അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ ഞാനൊന്ന് പറയട്ടെ, കഷ്ടപ്പെട്ട് വളരെയധികം കഷ്ടപ്പെട്ട് ഒരു
ആദ്യത്തെ ഒരു കോടി സമ്പാദിക്കുക. ആ സമ്പാദിച്ച 1 കോടി കൊണ്ടിട്ട് മ്യൂച്വൽ ഫണ്ടുകളിലോ സ്റ്റോക്കിലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അവിടെ നിന്ന് കിട്ടുന്ന റിട്ടേൺ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യുക. അല്ലെങ്കിൽ മറ്റുള്ള ബിസിനസ് പർപ്പസ് ഒരുപാട് ബിസിനസ്സുകൾ വീണ്ടും തുടങ്ങുക. അതിൽ നിന്ന് എല്ലാത്തിനും റിട്ടേൺ കിട്ടും. അപ്പോൾ എപ്പോഴും ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ആ ഫണ്ട് കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുക, അവിടെ നിന്ന് റിട്ടേൺ കിട്ടി. ഇങ്ങനെ മൾട്ടിപ്പിൾ സ്ട്രീമുകൾ ഡെവലപ്പ് ചെയ്യുക. അവസാനം ഇതിൽ നിന്ന് കിട്ടുന്ന കുറേ വരുമാനം എക്സസ് ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ലോകത്തിൽ നിങ്ങൾ കറങ്ങിയടിക്കുക. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പോയി എൻജോയ് ചെയ്യുക. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ ബാക്കി പത്രം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല, തിരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനും പോകുന്നില്ല. ഈ ഭൂമിയിൽ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ എൻജോയ് ചെയ്യണം. വാഹനമാണെങ്കിലും വീടാണെങ്കിലും ഫ്ലാറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ലോക രാജ്യങ്ങളാണെങ്കിൽ എന്താണെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളും എൻജോയ് ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യത്തെ 1 crore കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. ഞാൻ പറഞ്ഞല്ല, എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നല്ല രീതിയിൽ എല്ലാവർക്കും എല്ലാ ആഗ്രഹങ്ങളും സഫലമാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും മറുപടികളെല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യത്തിന് എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കൂടി കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്ത റിയൽ ടൈം കണ്ടന്റുകളിൽ അവൈലബിൾ ആണ്. ചാനലിൽ കൂടുതലായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി കൃത്യമായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.